അസ്സലാമു അലൈക്കും. സോ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഇസ്ലാമിക് ചലഞ്ചിനെ കുറിച്ച് തന്നെ പറയാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ 7 ഡേയ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് 7 ഡേയ്സ് ആണ്. ടോട്ടൽ ഞാൻ 21 ഡേയ്സ് ആയിരുന്നു പറഞ്ഞിരുന്നത്. സോ ഈ 7 ഡേയ്സിൽ എനിക്കുണ്ടായ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. പിന്നെ അത് കൂടാതെ ഞാനൊരു കാര്യം പറഞ്ഞില്ല, നമ്മളൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് അള്ളാഹും ഹെൽപ്പ് തരും എന്ന് പറഞ്ഞ പോലെയായിരുന്നു എനിക്ക് ഓരോ ദിവസവും എനിക്ക് ഒരു ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞത്. കാരണം നമുക്ക് അതിനായിട്ടുള്ള നമുക്കത് ചെയ്യാനായിട്ടുള്ള ഓരോ സാഹചര്യങ്ങൾ എനിക്ക് കിട്ടി. അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സോ നിങ്ങളും ഇത് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇനി നെക്സ്റ്റ് 7 ഡേയ്സിൽ ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ടോട്ടൽ 17 ആണ് ടാസ്കുകൾ വെച്ചിട്ടുള്ളത്. ആ ടാസ്കിൽ തന്നെ ടോട്ടൽ 33 പോയിൻറ്റ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ചലഞ്ചിൽ ഞാൻ പറഞ്ഞിരുന്നത് നമുക്ക് ഇത്ര ടാസ്കുകൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ പോയിൻറ്റ്സ് ടോട്ടൽ 28 പോയിൻറ്റ്സ് ആയിരുന്നു. ഇപ്പോൾ നോമ്പും കൂടി കൂട്ടിയിട്ട് 29 പോയിൻറ്റ്സ് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിൽ ലാസ്റ്റ് ഒരു 7th ഡേ എനിക്ക് അൽഹംദുലില്ലാ ഫുൾ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അൽഹംദുലില്ലാ. സോ നിങ്ങൾക്കും അങ്ങനെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. അതേപോലെ ടോട്ടൽ 17 ടാസ്ക്കാണ്. ഈ 17 എന്നുള്ള നമ്പറിൽ നമ്മുടെ ഇസ്ലാമിക്കിൽ നമ്മുടെ ദീനിൽ ഒരു നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആർക്കെങ്കിലും അത് അറിയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സോ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ആകസ്മികമായിട്ട് വന്നതാണ് 17. അതേപോലെ 33 പോയിൻറ്റ്സും ആകസ്മികമായിട്ട് വന്നതാണ്. സോ ഞാൻ ആ ചലഞ്ചിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ന്യൂ ചലഞ്ചിൻ്റെ ഫോർമാറ്റ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് 5 വക്ത് നിസ്കാരം. 5 വക്ത് നിസ്കാരം ഇപ്പോഴും ഞാൻ 15 പോയിൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം ആദ്യത്തെ ഇതുവരെ ഇതിപ്പോൾ ന്യൂ ആയിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യത്തെ 5 പോയിൻറ്റ് നമുക്ക് 5 വക്ത് നിസ്കാരം നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 5 പോയിൻറ്റ് കിട്ടും. നെക്സ്റ്റ് 5 പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യ സമയത്ത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 ഹവറിനുള്ളിൽ നിസ്കരിക്കുക. എക്സെപ്റ്റ് 2 നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? സുബിഹിയും മഗ്രിബും. അതെന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്സിനുള്ളിൽ നിസ്കരിക്കണം. കാരണം അതിൻ്റെ സമയം ഭയങ്കര കുറവാണ്. നെക്സ്റ്റ് അങ്ങനെ ടോട്ടൽ നമ്മളിപ്പോൾ 5 വക്ത് നിസ്കാരം നിസ്കരിച്ച് കഴിഞ്ഞാൽ 15 പോയിൻറ്റ്. കാരണം ദീനിലുള്ള 5 ഇതാണല്ലോ ഒരു നമുക്ക് പറഞ്ഞിട്ടുള്ളത്. 5 കാര്യങ്ങളിൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ 5 കാര്യങ്ങളിലുള്ള ഏറ്റവും രണ്ടാമത്തെ കാര്യമായിട്ട് നിസ്കാരം പറഞ്ഞിട്ടുണ്ട്. സോ നിസ്കാരത്തിനാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളത്. നെക്സ്റ്റ് രണ്ടാമത് പറയുന്നത് ഖുർആനിൽ 4 പേജസ് ഞാൻ കാരണം കുറേ സൂറത്തുകൾ സുന്നത്തുണ്ട് നമുക്ക് ഓതാൻ വേണ്ടിയിട്ടുള്ളത്. സോ 4 പേജസ് എങ്കിലും മിനിമം ഓതിയിരിക്കണം എന്നുള്ള. അത് കൂടാതെ ആ സൂറത്തുകൾ കൂടാതെ 4 പേജസുകളും ഓതാൻ പറ്റുന്നവരാണെങ്കിൽ ശ്രമിക്കുക. 4 പേജസ് അത് നമുക്കിപ്പോൾ ഈ ഒരു ഖത്തം തീർക്കുക എന്നുള്ളൊരു ഇതിൽ ജസ്റ്റ് ഓതി തുടങ്ങിയാൽ മതി. അപ്പോൾ ഓരോ ദിവസം 4 പേജസ് ഇങ്ങനെ കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് ഒരു കുറച്ച് ദിവസത്തിനുള്ള ഒരു ടോട്ടൽ അങ്ങനെ ഓതുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു മാസത്തിലല്ല 5 ദിവസത്തിൽ ഒരു ജുസു കംപ്ലീറ്റ് ആക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 മാസത്തിനുള്ള ഒരു ഖത്തം തീർക്കാം എന്നുള്ളതാണ്. ഇതുവരെ ഖത്തം തീർക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ശ്രമിച്ചാൽ മതി. നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുകയില്ല. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഖത്തം തീർക്കാനും പറ്റുന്നുള്ള രീതിയിൽ കേട്ടോ. പിന്നെ ഉള്ള സൂറത്തുകൾ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സുന്നത്തായ സൂറത്തുകളാണ് യാസീൻ സൂറത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ അതുപോലെ നമ്മുടെ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഓതൽ സുന്നത്തായ സൂറത്ത്, അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് യാസീൻ സൂറത്ത്. അതേപോലെ റഹ്മാൻ റഹ്മാൻ സൂറത്ത് എന്ന് പറഞ്ഞാൽ അതും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടൊരു സൂറത്താണ്. അതേപോലെ ഫത്തഹ് സൂറത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഓതലാണ് സുന്നത്ത്. ഞാൻ ഈ യാസീൻ, റഹ്മാൻ, ഫത്തഹ്, ഇഖ്ലാസ് 10 ഈ 3 സുബഹിക്ക് ശേഷമാണ് ഓതാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രഭാതത്തിൽ ആദ്യത്തെ കാരണം ഈ ഫത്തഹ് സൂറത്തും ഫത്തഹ് സൂറത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മക്ക ഫത്തഹുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സൂറത്താണ്. സോ അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സൂറത്താണ്. ഈ ഫത്തഹ് സൂറത്ത് ഓതിയിട്ട് ഒരു 81 പ്രാവശ്യം, അത് 41 പ്രാവശ്യം അല്ലെങ്കിൽ 81 പ്രാവശ്യം നമ്മുടെ വലത് കൈ ഇടതുഭാഗത്ത് വെച്ചിട്ട് ഇടത് ചെസ്റ്റിൽ വെച്ചിട്ട് നമ്മൾ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നുള്ളൊരു പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ചെയ്യാൻ നോക്കാം. പിന്നെ ഇഖ്ലാസ് 10 പ്രാവശ്യം. ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 3 പ്രാവശ്യം ഓതുകയാണെങ്കിൽ തന്നെ ഒരു ഖത്തം ഓതിയ കൂലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇഖ്ലാസ് 10 എങ്കിലും ഓതുക മിനിമം. പിന്നെ രാത്രി ഓതാനായിട്ട് രാത്രി മഗ്രിബിൻ്റെ സമയത്ത് ഓതാൻ ഉദ്ദേശിക്കുന്ന സൂറത്തുകളാണ് മുൽക്ക് സൂറത്ത്, വാഖിഅ സൂറത്ത്, സജ്ദ സൂറത്ത്. സോ ഇത് 3 ഇതിൽ മുൽക്ക് സൂറത്ത് എന്നാൽ നമുക്ക് ഖബറിലുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റും, ഖബറിലുള്ള ശിക്ഷ കുറക്കാം, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ട് മുൽക്ക് സൂറത്തിന്. വാഖിഅ സൂറത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സജ്ദ സൂറത്ത് അതിനും കുറച്ച് പ്രത്യേകതകളുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് തഹ്ലീൽ 100. എനിക്ക് ഒരു കമൻറ്റ് ഒരാൾ സജസ്റ്റ് ചെയ്തായിരുന്നു, നമുക്കിപ്പോൾ രാവിലെയും വൈകുന്നേരം ദിക്ർ ചൊല്ലുക എന്നുള്ളത്. അപ്പോൾ ഞാനങ്ങനെ നേരത്തെ ആദ്യത്തെ ചലഞ്ചിലുണ്ടായിരുന്നത് 100 തഹ്ലീലെങ്കിലും ഒരു ദിവസം ചെല്ലുക എന്നായിരുന്നു. സോ അടുത്ത 7 ഡേയ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മോർണിംഗ് ഒരു 100 തഹ്ലീലും ഈവനിംഗ് ഒരു 100 തഹ്ലീലും ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലി കഴിഞ്ഞാൽ നമുക്ക് സ്വലാത്തിൻ്റെ കൂലിയും കൂടി കിട്ടുന്നുള്ളത്. സോ അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. സ്വലാത്തും ദിക്റും ഒരുമിച്ച് ചൊല്ലുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. പക്ഷേ ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ, തഹ്ലീൽ നമ്മളിപ്പോൾ ഒരു ദിവസം 100 ചൊല്ലിക്കഴിഞ്ഞാൽ അത് 2 വർഷം കൊണ്ട് നമുക്ക് 70,000 തഹ്ലീൽ ചൊല്ലാന്നുള്ളത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ് ഞാൻ ഒരു 100 കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചുള്ളത്. അപ്പോൾ എന്താണ് ഒരു ദിവസം നമുക്ക് മോർണിംഗും ഈവനിങ്ങും അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ദിവസം 400
400 ദിക്ർ ചൊല്ലാം. 400 ദിക്ർ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 6 മാസം കൊണ്ട് തന്നെ 70,000 ദിക്റുകൾ ചൊല്ലാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. നമുക്കിപ്പോൾ ഈ മരിക്കുന്നതിന് മുമ്പ് എങ്കിലും 70,000 ദിക്ർ ചൊല്ലാം. അത് എല്ലാവരും ശ്രമിക്കാൻ നോക്കാം. അതുപോലെ സ്വലാത്ത് ഒരു 2-3 ആളുകൾ കമൻറ്റ് ചെയ്താണ് 1000 സ്വലാത്തെങ്കിലും ചെല്ലുന്നത് നന്നായിരിക്കും എന്നുള്ളത്. സോ നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഡ്യൂട്ടികൾ അങ്ങനത്തെ കുറേ തിരക്കുകളുണ്ട്, എല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട്. അതേപോലെ ഞാൻ ആദ്യം നമ്മളിപ്പോൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ പണ്ട് ചെയ്തിരുന്നു, പിന്നെ മിസ്സായി പോയി. ഇത് പിന്നെ വീണ്ടും രണ്ടാമത്തെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ 1000 സ്വലാത്ത് ചൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചില സമയത്ത് മടുപ്പ് വരും, നമുക്ക് ചില സമയത്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തൊരു ക്ഷീണം വരും. സോ നമുക്കിപ്പോൾ ഓരോ ദിവസവും ഞാൻ ഓരോ ആഴ്ചയും ഓരോ ഇമ്പ്രൂവ്മെൻറ്റ് കൂട്ടി അങ്ങനെ ലാസ്റ്റ് 1000 സ്വലാത്ത് ഒരു ദിവസം വെച്ചിട്ട് ആക്കാനുള്ള രീതിയിലായിരുന്നു ഉദ്ദേശിക്കുന്നത്. സോ സ്വലാത്ത് 200 പ്രാവശ്യം എന്നുള്ളത് മോർണിംഗ് 100 ഈവനിങ് 100 അങ്ങനെ ചൊല്ലാം. കഴിഞ്ഞ ചലഞ്ചിലുണ്ടായിരുന്നത് ടോട്ടൽ 100 എന്നായിരുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ മോർണിംഗ് 100 ഈവനിങ് 100 അങ്ങനെ ആക്കിയിട്ട് 200 സ്വലാത്തായിട്ട് അങ്ങനെ ഓരോ ആഴ്ചയും ഇങ്ങനെ ഈ കൂട്ടി വരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ആഴ്ചയാണെന്നുണ്ടെങ്കിൽ 400 സ്വലാത്ത്, അതിൻ്റെ അടുത്ത ആഴ്ച 800 സ്വലാത്ത്, അങ്ങനെ ഓരോ ആഴ്ചയും നമുക്ക് കൂടുതലായിട്ട് നമുക്കൊരു മടുപ്പ് തോന്നാത്ത രീതിയിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക, അതായത് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, അത് ഈവനിങ് മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ആ ഒരു സമയത്ത് ചൊല്ലൽ ഭയങ്കര സുന്നത്താണ്. സോ അത് 100 പ്രാവശ്യം. പിന്നെ ഇസ്തിഗ്ഫാർ മോർണിംഗും ഈവനിങ്ങും, അത് കഴിഞ്ഞ ചലഞ്ചിലുണ്ടായിരുന്നു. പിന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഇത് നോമ്പ് നോൽക്കുക എന്നുള്ളതാണ്. ഈ വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച നോമ്പ് നോൽക്കൽ, തിങ്കളാഴ്ചയും നോമ്പ് നോൽക്കൽ വളരെയധികം സുന്നത്താണ്. പിന്നെ ഒരു നമ്മുടെ സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തായിരുന്നു അസ്മാഉൽ ഹുസ്ന ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. സോ അസ്മാഉൽ ഹുസ്നയും ഈ പ്രാവശ്യം ചലഞ്ച് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഞാനൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു, നമുക്ക് നമ്മുടെ ഈ ഭക്ഷണത്തിലും സമ്പത്തിലൊക്കെ ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ദുആണ് റബ്ബി ഇന്നി ലിമ അൻസലത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അത് നമ്മൾ ആഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒരു 10 പ്രാവശ്യമെങ്കിലും അത് ചൊല്ലുക എന്നുള്ളത്. സോ അങ്ങനെ ടോട്ടൽ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം എത്ര പോയിന്റ് അങ്ങനെ വെച്ചിട്ടുള്ളത് എന്നുള്ളത്. 5 വഖ്ത് നിസ്കാരത്തിന് 15 പോയിന്റ്, ഖുർആൻ 4 പേജ് ഓതിയാൽ 1 പോയിന്റ്, യാസീൻ 1 പോയിന്റ്, റഹ്മാൻ 1 പോയിന്റ്, ഫത്ഹ് 1 പോയിന്റ്, ഇഖ്ലാസ് 10 പ്രാവശ്യം 1 പോയിന്റ്, മുൽക്ക് 1 പോയിന്റ്, വാഖിഅ 1 പോയിന്റ്, സജ്ദ 1 പോയിന്റ്, അങ്ങനെ തഹ്ലീൽ മോർണിംഗ് 1 പോയിന്റ് ഈവനിംഗ് 1 പോയിന്റ്, സ്വലാത്ത് മോർണിംഗ് 1 പോയിന്റ് ഈവനിംഗ് 1 പോയിന്റ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം ഓതിയാൽ 1 പോയിന്റ്, ഇസ്തിഗ്ഫാർ മോർണിംഗ് 1 പോയിന്റ് ഈവനിംഗ് 1 പോയിന്റ്, നോമ്പ് തിങ്കളാഴ്ച നോറ്റാൽ 1 പോയിന്റ്, വ്യാഴാഴ്ച നോറ്റാൽ 1 പോയിന്റ്, അസ്മാഉൽ ഹുസ്ന 1 പോയിന്റ്, റബ്ബി ഇന്നി ലിമ അൻസലത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ 10 പ്രാവശ്യം ചൊല്ലിയാൽ 1 പോയിന്റ്. അങ്ങനെ നമുക്കിപ്പോൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മാത്രമാണ് 33 പോയിന്റ് കിട്ടാൻ പോകുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ ടോട്ടൽ 32 പോയിൻ്റാണുള്ളത്. സോ നമ്മൾ ഈ പറഞ്ഞ ചലഞ്ച് എല്ലാവർക്കും കുറേ ആളുകൾ കണ്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഇത് കുറേ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യമാണ്. കാരണം പല ആളുകളും ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കേട്ടപ്പോൾ അത് നമ്മളെപ്പോലെ ചിന്തിക്കുന്ന കുറേ ആളുകളുടെ കേട്ടപ്പോൾ നമുക്ക് ഒരു സന്തോഷമല്ലേ. സോ അപ്പോൾ അങ്ങനെ പല ആളുകളും ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യാൻ അവർക്കൊരു തോന്നലുണ്ടാക്കാൻ പറ്റി എന്നുള്ളത് അൽഹംദുലില്ലാഹ് എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളും ഇനി ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇങ്ങനൊരു ഇത് ചെയ്യാൻ നോക്കുക, ഇങ്ങനൊരു ചലഞ്ച് ചെയ്ത് നോക്കുക. കാരണം ഈ 21 ഡേയ്സ് നമ്മളൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അടുത്ത ദിവസം മുതൽ എന്തായാലും ചെയ്യുന്നുള്ളൊരു അവസ്ഥയിലോട്ടായി മാറും. സോ നിങ്ങളെല്ലാവരും ശ്രമിക്കുക അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു MBBS കംപ്ലീറ്റ് ആക്കിയത്. സോ നിങ്ങൾ ഇന്ന് മോർണിംഗ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇന്നലെ രാത്രിയാണ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത്. ഒരു കാറും KSRTCയും തമ്മിൽ. സോ അതിൽ 5 പേരാണ് മരണപ്പെട്ടത്. അതിൽ ഒരാൾ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. സോ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. സോ നിങ്ങളെല്ലാവരും ആർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് ഒന്ന് ഹദിയ ചെയ്യാം. നമുക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു കാര്യമാണത്. സോ ഒരു യാസീനോ ഫാത്തിഹയൊക്കെ ഓതിയിട്ടൊന്ന് ഹദിയ ചെയ്യാൻ ഞാൻ ജസ്റ്റ് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മരണം എന്നത് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. സോ ആ ഒരു ചിന്ത ഉണ്ടാവുക, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, മരണത്തിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കാം. സോ എല്ലാവർക്കും ഇതൊരു, കാരണം ധാരാളം പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട്. അതുപോലെ ഇനിയും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളും ചെയ്യാൻ നോക്കുക, നിങ്ങളും ഇതിലൊരു പങ്കാളികളാവുക. അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് നൽകുന്നതാണ്. അതുപോലെ പിന്നെ വേറെയും വീഡിയോസ് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തായിരുന്നു. ഈ എന്തെങ്കിലും ഡിസീസ് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ളത് വീഡിയോസൊക്കെ, അത് അപ്കമിങ് വീഡിയോസിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ജോബുണ്ട്, അതിൻ്റെ തിരക്കുകളുണ്ടാവും. സോ എന്നും ഡെയിലി വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഞാൻ മാക്സിമം ശ്രമിക്കാം. സോ നിങ്ങൾക്കും ഉപകാരപ്പെടുന്ന, എനിക്കുള്ള അറിവുകളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ഇടാൻ നോക്കാം. അതുപോലെ വേറൊരു ഞാൻ അടുത്ത വീഡിയോസിൽ പറയാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആഗ്രഹമുള്ളത്, എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ അതിനനുസരിച്ച് ഞാൻ വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ. സോ എല്ലാവരും ദുആ ചെയ്യുക, ഞാനും ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് ഉൾപ്പെടുത്താം. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ, എന്നും നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. സോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.